യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ഈ സമയത്ത് ധ്യാനിക്കാനായിട്ട് പോകുന്നത് വിശുദ്ധ അഗസ്തീനോസിനെ കുറിച്ചാണ്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. വയസ്സ് വരെ ഈ ലോകത്തിലെ ആകർഷണങ്ങളെല്ലാം പെട്ട് തിന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുകയും അങ്ങനെ പേരിനും പ്രശസ്തിക്കും വേണ്ടി സ്നേഹത്തിനും വേണ്ടി ഓടി നടന്ന വിശുദ്ധ അഗസ്തീനോസിനെ 33 വയസ്സ് മുതൽ സകല തിന്മകളിൽ നിന്ന് കഴുകി വിശദീകരിക്കുകയും അങ്ങനെ ജ്ഞാനസ്ഥാനം സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും പിന്നീട് പൗരോഹിത്യത്തിലേക്കും മെത്രാനും മെത്രാപ്പൊലീത്തയും വിശുദ്ധനും വേദപാരംഗതനും എല്ലാമായി തീർന്ന വിശുദ്ധ അഗസ്തീനോസിനെ മാതൃക നമുക്ക് പിന്നിലെല്ലാം. ഏതു പാപിക്കും പൂർണ്ണമായ മനസ്താപത്തോടെ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വിശുദ്ധിയിലെ മാർഗത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കുമെന്ന് നമ്മുടെ മുന്നിൽ മാതൃകയായി വിശുദ്ധ അഗസ്തീനോസ് നിൽക്കുന്നു. നമുക്കും ഈ യുവജനങ്ങളെയും മദ്യപാനം, മയക്കുമരുന്ന്, ജഡിക പാപങ്ങളെല്ലാം ഒഴുകിയിരിക്കുന്ന സകല വ്യക്തികളെയും ഈശോയുടെ മുന്നിലേക്ക് സമർപ്പിക്കാം. ഓരോരുത്തരെയും ഈശോയെ അങ്ങേ തിരക്തം കൊണ്ട് കഴുകി വിശദീകരിച്ച് അവരെ അങ്ങേ സത്യത്തിലേക്ക് നയിക്കണമേ. വചനം വായിക്കുവാനും വചനം പഠിക്കുവാനും അങ്ങനെ യേശുവിൻ്റെ പ്രബോധനങ്ങൾ നല്ല നല്ല പുസ്തക വായനയിലൂടെയെല്ലാം നമുക്ക് ധാർമ്മികമായ മൂല്യങ്ങളിലേക്ക്, യേശുവിൻ്റെ അഗാധമായ സ്നേഹത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നെത്തിക്കാനായിട്ട് വിശുദ്ധ അഗസ്തീനോസിൻ്റെ നമുക്ക് പ്രത്യേകം അപേക്ഷിക്കാം. യുവജനം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും ഈശോയെ അങ്ങേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾ ഓരോരുത്തരുടെ ഉള്ളിലേക്കും അങ്ങയുടെ സ്നേഹം ചൊരിയപ്പെട്ടിരിക്കുന്നു എന്നാണ് വചനത്തിൽ പറയപ്പെടുന്നത്. ഈ ലോകത്തിലെ ഏത് മനുഷ്യരിൽ വ്യക്തികളിൽ നിന്നും നമ്മൾ സ്നേഹം ആഗ്രഹിച്ചാലും അവർക്കെല്ലാം സ്നേഹം അതിൻ്റെ പരിപൂർണതയെ നൽകാനായിട്ട് സാധിക്കില്ല. യേശുവെ അങ്ങയിൽ എത്തിച്ചേരുന്നത് വരെ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു എന്നതുപോലെ ഈശോയിലെ ആ ദൈവസ്നേഹാഗ്നിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും സത്യത്തിൻ്റെ വഴിയിലേക്ക് നയിക്കണമേ. അങ്ങനെ നന്മയുടെ വഴിയിലൂടെ വേദപാരംഗതനായി തിരുസഭയിലെ പണ്ഡിതനായ വിശുദ്ധ അഗസ്തീനോസിൻ്റെ മാധ്യസ്ഥം വഴി നേരായ വിജ്ഞാനവും ചിന്തയും പ്രകാശവും നൽകി വഴിതെറ്റിയ എല്ലാ മനുഷ്യരെയും നേർവഴിയിലേക്ക് നയിക്കണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിശ്വാസ സ്ഥിരതയും പ്രത്യാശയും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചെറുപ്പകാലഘട്ടത്തിൽ തെറ്റായ വഴിയിൽ നടക്കുകയും മാനിക്കേയൻ എന്ന തെറ്റായ പ്രബോധനങ്ങൾ നയിക്കപ്പെടുകയും ചെയ്തുവെങ്കിലും വിശുദ്ധ മോനിക്ക എന്ന അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന വഴി, കണ്ണുനീര് വഴി മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന് ആ വിശുദ്ധനോട് ഞങ്ങളെയും സകല തിന്മകളിൽ നിന്ന് ഉപേക്ഷിക്കുവാനും ജ്ഞാനസ്ഥാനത്തിൽ ലഭിച്ച ആ ദൈവപ്രസാദവരം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാനും പാപികളായ ഞങ്ങളെ പിശാചിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്ന്, പാപവഴികളിൽ നിന്ന് അകപ്പെട്ട് കഴിയുന്ന എല്ലാ വ്യക്തികളെയും അതിൽ നിന്ന് അകറ്റുവാനായിട്ട് വിശുദ്ധൻ്റെ മധ്യസ്ഥം
നമുക്ക് അപേക്ഷിക്കാം. പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് മാനസാന്തരത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണമേ. അങ്ങനെ വചനം വായിക്കുവാനും വചനം വഴി നല്ല നല്ല ദൈവികമായ പ്രചോദനങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും വിശ്വാസത്തിലേക്ക്, ദൈവശരണത്തിലേക്ക് ആനയിക്കണമേ. വചനം വായിച്ച് നല്ല നല്ല ആ ഒരു മനസാന്തരത്തിലേക്ക്, വചനമാണ് അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ദൈവമായ പ്രകാശം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാം ഉത്തരോത്തരം വിശുദ്ധിയിൽ അനുനിമിഷം വളർന്നു വരാനായിട്ട് ഞങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കണമേ. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ജഡിഭാവങ്ങളിലെല്ലാം ഒഴുകിയറിയുന്ന ആ ബന്ധനത്തിലായിരിക്കുന്ന സകല വ്യക്തികളെയും സത്യദൈവമായ ദൈവവിശ്വാസത്തിലേക്കും എല്ലാം ഞങ്ങളെ ഓരോരുത്തരെയും അനുനിമിഷം ആനയിക്കണമേ. ദൈവസ്നേഹമാകുന്ന ആ അഗ്നികുണ്ഡത്തിലേക്ക് ദൈവമേ ഒരു ജ്വാലയായിട്ട് ഞങ്ങൾ ഓരോരുത്തരുടെ ഉള്ളിലേക്കും അങ്ങ് കടന്നു വന്ന് ആ ജ്വാലയിൽ പ്രകാശത്തിലെ ആ കൃപയിലായിരിക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആഫ്രിക്കയിലെ ചിന്തകനും ശാസ്ത്രജ്ഞന്മാരുമായ ഹിപ്പോയിലെ മെത്രാനുമായി കത്തോലിക്ക സഭയിലും ആംഗ്ലിക്കൻ സഭയിലും ഓർത്തഡോക്സ് സഭയിലുമുള്ള എല്ലാ സഭാവിഭാഗങ്ങളും സുപരിചിതനായ ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ അഗസ്തീനോസ്. പഴയകാല വിശ്വാസങ്ങളെ പുതിയ കാലഘട്ടത്തിലേക്ക് സമകാലീനമായ വിശുദ്ധ ജെറോം പറയുന്നത് മിലാനിലെ വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ ജെറോം, വിശുദ്ധ ഗിഗ്രി സഭ പണ്ഡിതന്മാരതൊക്കെ ഒപ്പം ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു പണ്ഡിതനായ വിശുദ്ധനാണ് വിശുദ്ധ അഗസ്തീനോസ്. ഉത്തരാഫ്രിക്കയിലെ ദൈവശാസ്ത്രത്തിൽ മാത്രമല്ല തത്വശാസ്ത്രത്തിലും അദ്ദേഹത്തിന് വളരെയേറെ പ്രചോദനമായ പ്രാധാന്യം വളരെയധികം പ്രദർശിപ്പിച്ചിരുന്നു. നമ്മൾ വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുന്ന പോലെ സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു പരക്കം പായലാണ് നമ്മൾ ഓരോരുത്തരുടെ ജീവിതവും. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഉള്ള അംഗീകാരവും സ്നേഹവും വളരെ കുറച്ച് മാത്രമേ നമുക്ക് അപ്പനും അമ്മയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുള്ളൂ. സ്നേഹം കിട്ടാത്തതിൻ്റെ പേരിൽ പല കലഹങ്ങളും ദാമ്പത്യ ബന്ധങ്ങളിലെല്ലാം ഇതേ പ്രശ്നമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സ്നേഹം കിട്ടുന്നില്ല. ആ സങ്കടവും ദേഷ്യവും വാശിയും വെറുപ്പും കലവുമായി അത് രൂപാന്തരപ്പെടുകയും സ്നേഹം കിട്ടാൻ വേണ്ടി പലപ്പോഴും നമ്മൾ വഴക്കിലും വഴക്ക് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉള്ള സ്നേഹം കൂടി പോവുകയാണ് ചെയ്യുന്നത്. കിട്ടാത്ത സ്നേഹത്തിൻ്റെ പേരിൽ കലഹിക്കുന്നത് വളരെ ഒരു ബുദ്ധിശൂന്യതയാണ്. ഉള്ള വ്യക്തികൾക്ക് മാത്രമേ നമ്മളെ സ്നേഹിക്കാനായിട്ട് കഴിയുകയുള്ളൂ. സ്നേഹം ചെറുപ്പത്തിൽ ലഭിച്ച വ്യക്തികൾക്ക് മാത്രമേ സ്നേഹം കൊടുക്കാനായിട്ടുള്ള കഴിവ് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഇല്ലാത്ത വ്യക്തിക്ക് ഒരിക്കലും സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല.
നമ്മുടെ മാതാപിതാക്കൾക്ക് അവരുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട രീതിയിലുള്ള സ്നേഹം അവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ സ്നേഹം കിട്ടാത്ത ആ വ്യക്തിക്ക് നമുക്ക് സ്നേഹം തരാനായിട്ട് സാധിക്കില്ല എന്നുള്ള നമ്മുടെ ഈ ലോകത്തിലെ ചുറ്റുപാടുമെല്ലാം നമ്മൾ കാണുന്നത് സ്നേഹത്തിൻ്റെ ഒരു ദാരിദ്ര്യമാണ്. അവരൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് സ്നേഹം കൊടുക്കാനുള്ള അത്ര വളർച്ച അവരുടെ ജീവിതത്തിലില്ല. എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുമെങ്കിൽ അവർ മനഃപൂർവ്വമല്ല അങ്ങനെ ചെയ്യുന്നത്. അവർക്ക് സ്നേഹം ചെറുപ്പത്തിൽ ലഭിക്കാത്തത് കൊണ്ടാണ് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയിൽ അവരായിരിക്കുന്നത്. നമ്മുടെ ജീവിതം മുഴുവനും അങ്ങനെ സ്നേഹത്തിന് വേണ്ടിയും അങ്ങനെ ഓട്ടം ഓടുമ്പോൾ സ്നേഹത്തിനും അംഗീകാരത്തിനും വേണ്ടിയും നമ്മൾ ഈ ലോകത്തിൽ അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മൾ പല കുഴികളിലും വന്ന് ചാടാനായിട്ട് ഇടയായിത്തീരും. സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച അംഗീകാരത്തിന് വേണ്ടി ദാഹിച്ച നടക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ ഐക്യത അന്വേഷിക്കാനായിട്ട് സാധിക്കില്ല. അനേകരുടെ ആത്മീയ ശുഷ്കതയുടെ പ്രധാന കാരണം അവരെല്ലായിടത്തും സ്നേഹം അന്വേഷിച്ച് നടക്കുന്നു എന്നാണ്. എന്നാൽ ദൈവത്തിന് മാത്രമേ നമ്മളെ ശരിയായ രീതിയിൽ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. റോമാകാരെ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ 5-ാം വാക്യത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാ സ്നേഹത്തിൻ്റെ ഉറവിടവും ദൈവമാണ്. ദൈവത്തിൽ നിന്നുള്ള ഒരു സ്നേഹത്തിൻ്റെ ചെറിയൊരു പതിപ്പ് മാത്രമാണ് അപ്പനും അമ്മയിൽ നിന്നും ജീവിത പങ്കാളിൽ നിന്നും മറ്റ് മക്കളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ചെറിയ സ്നേഹത്തിൻ്റെ ഒരു അളവ് മാത്രമാണ്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ആ ഈശോയുടെ സ്നേഹം നമ്മൾ ദൈവം തന്നെ ഈശോ തന്നെ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം നികത്തപ്പെടാനായിട്ട് സാധിക്കും. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് കണ്ണോടിച്ച് നോക്കാം. ആദ്യ കാലങ്ങളിലെല്ലാം പ്രണയായുധമായ കവിതകളെയെല്ലാം സ്നേഹിച്ച് ഏറ്റവും വിശ്വസ്ത കഥാപാത്രമായ റോമൻ കവിയായ വെർജിലിൻ്റെ കഥാപാത്രങ്ങളൊക്കെ സാഹസ്യമായ യാത്രകളെല്ലാം അങ്ങനെ പ്രണയത്തിലെല്ലാം ഈ ലോകമോഹങ്ങളിൽ ജീവിച്ച വിശുദ്ധ അഗസ്തീനോസിനെയാണ് നമുക്ക് ചെറുപ്പകാലങ്ങളെല്ലാം കാണാൻ സാധിക്കുക. അഗസ്തീനോസ് പറയുന്നത് പോലെ പലതിനെയും സ്നേഹിച്ച് പ്രണയിച്ച ഞാൻ ദൈവത്തെ മാത്രം സ്നേഹിക്കാനായിട്ട് മറന്നുപോയി എന്നാണ് പറയുന്നത്. ആഫ്രിക്കയിലെ ഒരു പട്ടണമായ പെർട്ടീസസ് ആൻഡ് വിശുദ്ധ മോനിക്കയുടെ മകനായിട്ടാണ് വിശുദ്ധ അഗസ്തീനോസ് ജനിക്കുന്നത്. ചെറുപ്പം മുതൽക്കേ നല്ല ഒരു വിദ്യാഭ്യാസത്തിലൊക്കെ ഒന്നാമനായിരുന്നു വിശുദ്ധ അഗസ്തീനോസ്. മോനിക്ക മകനെ ദൈവവിശ്വാസത്തിലൊക്കെ വളർത്താനായിട്ട് അതിയായി ആഗ്രഹിച്ചു. എന്നാൽ 12 വയസ്സ് മുതൽ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു. പിതാവിൻ്റെ അതേ ഒരു ജീവിതശൈലിയാണ് വിശുദ്ധ അഗസ്തീനോസ് ചെറുപ്പകാലങ്ങളിൽ പിന്തുടർന്നത്.
18-ാം വയസ്സിൽ വിശുദ്ധ അഗസ്തീനോസിന് ഒരു മകൻ ജനിക്കുകയും ചെയ്തു. വിചാരശാലകളിലും സ്ഥാനഘട്ടങ്ങളിലും എല്ലാമാണ് സമയം കൂടുതൽ ചെലവഴിച്ചത്. ഈ കൺഫെഷൻ എന്ന ഗ്രന്ഥത്തിൽ വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ മാനസാന്തരത്തെ കുറിച്ചൊക്കെ എഴുതുമ്പോൾ തൻ്റെ ജീവിതത്തിലെ എല്ലാ ജീർണതയെയും കുറിച്ച് എഴുതാനായിട്ട് അദ്ദേഹത്തിനൊരു നാണവും ഉണ്ടായില്ല. എൻ്റെ തെറ്റുകളെല്ലാം ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു. ഞാൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ല, എൻ്റെ ദൈവത്തോടുള്ള ഇഷ്ടം അത് കൂടുതൽ ആയതുകൊണ്ടാണ്. ആ സ്നേഹത്തെ നിന്ന് അകന്നു പോയ ഇത് ഓർത്ത് എടുക്കാനായിട്ട് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം കൺഫെഷൻ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. 16-ാം വയസ്സിൽ വടക്കേ ആഫ്രിക്കയിലെ തഗാസ്ക എന്ന പട്ടണത്തിലാണ് ജനിച്ചത്. എൻ്റെ സഹോദരങ്ങൾ നവോജിയാസ്, പ്രപ്പട്ടോ, ഗാമം എന്ന വ്യാകരണ പ്രഭാഷണ പരസ്പരം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമറും പ്രഭാഷണങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഗസ്തീനോസിന് ജന്മസ്ഥലത്ത് നിന്ന് 200 മൈൽ ദൂരമുള്ള ആ ബോർഡിങ്ങിൽ പഠനം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ആ കാലഘട്ടത്തെക്കുറിച്ച് അഗസ്തീനോസ് പറയുന്നത് എൻ്റെ തലയ്ക്ക് ചുറ്റും ജടികമായ ആസക്തികൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. കുളിസ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നത് എൻ്റെ പതിവായിരുന്നു. റോമൻ ബാത്ത് സ്ഥലങ്ങളായിരുന്നു അത്. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കുളിക്കുന്ന അശ്ലീലതയുടെ കേന്ദ്രങ്ങളാണ് റോമൻ ബാത്ത് എന്നറിയപ്പെടുന്നത്. ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നത് എൻ്റെ ഒരു പതിവായിരുന്നു എന്നാണ് അഗസ്തീനോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ അപ്പനായ പെർട്ടീസസ് ആ പോക്ക് കണ്ടിട്ട് എന്നെ അതിൽ നിന്ന് തിരുത്തുകയോ ഒന്നും ചെയ്തില്ല. ശരീരത്തിൻ്റെ മമതകളിൽ കുരുങ്ങി ഞാൻ ആ തിന്മകൾ ഏർപ്പെട്ടപ്പോൾ അപ്പൻ ഒരു തടസ്സം പോലും നിരത്തിയില്ല. മാത്രമല്ല അത് പൗരുഷത്തിൻ്റെ അടയാളമെന്നാണ് കരുതി സന്തോഷിച്ച് അമ്മയോട് പലതും പറയുകയും ചെയ്തു. രണ്ടാമത് തിരുത്താത്ത വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അത് തൻ്റെ കൂടെ നടന്ന കൂട്ടുകാരാണ്. അന്ന് ചെറുപ്പകാലത്തിൽ സംഭവം പറയുകയാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പീർ വൃക്ഷത്തിൽ കായ്കളൊക്കെ നിറഞ്ഞിരുന്നു. കൂട്ടുകാരൊപ്പം കൂടി ഞാൻ ആ ഫലങ്ങളെല്ലാം മോഷ്ടിച്ചു. ആ ഫലങ്ങൾ യാതൊരു ഭംഗിയോ ടേസ്റ്റോ ഇല്ലായിരുന്നു. ആ ഫലങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ല അങ്ങനെ മോഷ്ടിച്ചത്. തെറ്റ് ആണെന്നറിയാം, പക്ഷെ ആ തെറ്റിനോടുള്ള ഇഷ്ടം എന്നിലുണ്ടായിരുന്നത് കൊണ്ടാണ് ആ ഒരു മോഷണം നടത്തിയതെന്നാണ് അഗസ്തീൻ പറയുന്നത്. അങ്ങനെ കൂട്ടുകാരുടെ കൂടെ നടന്നപ്പോൾ ഒരു കൂട്ടുകാർ പോലും എന്നെ തെറ്റിതിരുത്തി തന്നില്ല എന്നാണ് അഗസ്തീൻ പറയുന്നത്. അമ്മയായ
മോനിക്ക മാത്രമാണ് തെറ്റിതിരുത്തി അഗസ്ത്യനെ നേരായ വഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച വ്യക്തി. അമ്മയെക്കുറിച്ച് അഗസ്ത്യൻ പറയുന്നത്, തൻ്റെ ഹൃദയത്തിൽ ദൈവം സക്രാരിയായി വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത എൻ്റെ അമ്മ എന്നെ നോക്കി എനിക്ക് ഉപദേശം തന്നു. വ്യഭിചാരം ചെയ്യരുത്, മറ്റൊരാളുടെ ഭാര്യയെ തൊടുക പോലും ചെയ്യരുത് എന്ന് അമ്മ മകനോട് പറഞ്ഞു തിരുത്താനായിട്ട് പരിശ്രമിച്ചു. അന്ന് കാലത്ത് ആ സ്വരം, ആ ഒരു വാക്ക് കേവലം ഒരു പെണ്ണിൻ്റെ ഒരു വാക്കുപോലെയാണെന്ന് കരുതിയുള്ളൂ. ദൈവം അമ്മയിലൂടെ സംസാരിക്കുകയാണെന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലായില്ല എന്നാണ് അഗസ്ത്യൻ പറയുന്നത്. അങ്ങനെ വിശുദ്ധ മോനിക്ക എന്ന അമ്മ എപ്പോഴും മകൻ്റെ കൂടെ നടന്ന് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കാര്യങ്ങളിൽ എപ്പോഴും ഇടപെട്ടുകൊണ്ട് ഒരു മേഘസ്തംഭം പോലെ, ഒരു അഗ്നിസ്തംഭം പോലെ കൂടെ നടന്നു എന്നാണ് പറയുന്നത്. നമുക്കും ഇതിൽ നിന്ന് നമ്മുടെ മക്കളെ വഴിതെറ്റി പോകുമ്പോൾ അവരെ തിരുത്തി നേരമായ വഴിക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വം അപ്പനും അമ്മയും എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ചുമതലയുണ്ട്. ചില അപ്പനും അമ്മയും മക്കൾ ചെയ്യുന്ന സകല തെറ്റുകൾക്കും കൂട്ടുനിൽക്കുന്നവരായിട്ട് ഇന്നും പല വ്യക്തികളുമുണ്ട്. മക്കൾക്ക് ശരിയായ രീതിയിലുള്ള ശിക്ഷണം കൊടുക്കാനായിട്ട്, അവരെ നേർവഴിയിൽ നയിക്കാനായിട്ട്, അത് കോപം കൊണ്ടല്ല, സ്നേഹം കൂടുതൽ കൊണ്ടാണ് ശിക്ഷണം കൊടുത്ത് മക്കളെ വളർത്തണമെന്നാണ് അഗസ്ത്യൻ നമ്മോട് ഓരോരുത്തരും പറയുന്നത്. 17-ാം വയസ്സിൽ അഗസ്ത്യൻ്റെ അപ്പനായ പിതാവായ പെർത്തീസസ് ആ സമയത്ത് മരിക്കുകയാണ്. പിതാവിൻ്റെ മരണശേഷം മോനിക്കയുടെ കയ്യിലുണ്ടായ കുറച്ച് സമ്പാദ്യവും ധനികനായ ഒരു വ്യക്തിയുടെ സഹായം കൂടി ആയിട്ട് കാർത്തേജിലേക്ക് അയച്ച് എന്ന യൂണിവേഴ്സിറ്റിയിലേക്ക്, കോളേജിലേക്ക് പ്രഭാഷണ പഠിക്കാനായിട്ട് പോവുക എന്നത് അങ്ങനെ കോടതികളിൽ വാദപ്രതിവാദങ്ങൾ നടത്തി പ്രസംഗം അഭ്യസിക്കാൻ വേണ്ടിയിട്ടാണ് കാർത്തേജിലെ സ്കൂളിൽ ചേരുന്നത്. പഠിക്കാനായിട്ട് വളരെ ബ്രില്യൻ്റായ ഒരു വ്യക്തിയായിരുന്നു. ബാല്യം മുതൽ അഗസ്ത്യൻ പ്രസംഗകല പഠിക്കാൻ എത്തിയ അഗസ്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ടോപ്പ് റാങ്കിൽ പാസ്സായ വ്യക്തിയായിരുന്നു. അതിൽ അഭിമാനം മാത്രമല്ല, അഹങ്കാരവും അഗസ്ത്യന് വന്നു ചേർന്നു. ഈ വേലയിൽ കൂടുതൽ കഴിവ് തെളിയിക്കാൻ വേണ്ടി ആ സമയത്ത് പ്രഭാഷണ കലയുടെ കുലപതിയായിരുന്ന ഫോററ്റിസിയൂസ് എന്ന ഒരു പുസ്തകം വായിക്കാനായിട്ട് തുടങ്ങി. ജ്ഞാനത്തിന് വേണ്ടിയുള്ള ആ ഒരു ദാഹം കണ്ടെത്തുകയും അങ്ങനെ ലൗകികമായ എല്ലാ സുഖങ്ങളിലും താല്പര്യങ്ങളിലും എല്ലാ താല്പര്യങ്ങളും വെറുതെയാണെന്ന് ഈ പുസ്തകം തെളിയിച്ചു. ലൗകികമായ താല്പര്യങ്ങൾക്ക് വിലയില്ല എന്ന് ഈ പുസ്തകം തെളിയിച്ചു. പക്ഷേ ക്രിസ്തുവിൻ്റെ പേര് ഈ പുസ്തകത്തിൽ ഒരിടത്തും
അഗസ്ത്യൻ കണ്ടില്ല. ആ കാലഘട്ടങ്ങളിൽ അഗസ്ത്യൻ കൂടുതലും കാമാസക്തിയുള്ളവരും അശ്ലീന ചൊവ്വയുള്ള വർത്തമാനങ്ങളിലുമെല്ലാം ഏർപ്പെടുന്നവനായിരുന്നു. അങ്ങനെ കൂട്ടുകാരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അശ്ലീന ചൊവ്വയുള്ള വർത്തമാനങ്ങള് വീമ്പിളക്കുന്ന കാര്യത്തിലൊക്കെ അഗസ്ത്യൻ ഏർപ്പെട്ടു. അങ്ങനെ ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് പോലും കഠിനമായ പാപങ്ങളിൽ മുഴുകിക്കൊണ്ട് ഇരിക്കുന്ന ഒരു ജീവിതമായിരുന്നു അഗസ്ത്യൻ്റേത്. എന്നാൽ ദൈവത്തിൻ്റെ വലിയ കണ്ണ് എനിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു എന്ന് അഗസ്ത്യൻ പറയുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആ ഒരു കണ്ണിനെ തേടി പിടിച്ചു നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് എപ്പോഴും അത് സ്വന്തം അമ്മയിലൂടെയായിരുന്നു ദൈവം എന്നെ ദൈവം ഇടപെട്ടത് എന്നാണ് അഗസ്ത്യൻ പറയുന്നത്. മക്കളുടെ സംസ്കാരത്തിൻ്റെ കർമ്മത്തിൽ ശരീരത്തിൽ നടത്തിയിരുന്ന് കരയുന്ന ഒരു അമ്മയേക്കാൾ കൂടുതൽ എൻ്റെ അമ്മയായ മോനിക്ക എനിക്ക് വേണ്ടി കരഞ്ഞ് ദൈവത്തിന് വേണ്ടി മുമ്പിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച സ്ഥലങ്ങളിലെല്ലാം കണ്ണീർ കൊണ്ട് കുതിർന്നിരുന്നു എന്നാണ് അഗസ്ത്യൻ പിന്നീട് രേഖപ്പെടുത്തുന്നത്. ദൈവത്തെ ഒരിക്കലും അവൾ പറഞ്ഞു ദൈവദൂഷണങ്ങളും ദൈവത്തെ എതിരെയുള്ള സംസാരങ്ങളെല്ലാം എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും വളരെയധികം പ്രയാസമാണ്. ഞാൻ ഈ വീട്ടിൽ നിന്നും മാറി പോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഒരു സ്വപ്നത്തിലൂടെ മോനിക്കയ്ക്ക് ഒരു ദൈവികമായ ദർശനം ലഭിക്കുകയും ഉയർന്ന ഒരു പീഠത്തിൽ മോനിക്ക അമ്മ നിൽക്കുകയും പെട്ടെന്ന് തേജസ്സുള്ള ഒരു യുവാവ് കടന്നു വന്ന് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് സങ്കടപ്പെടുന്നത്? അപ്പോൾ എൻ്റെ മകൻ വഴിവിട്ട് ജീവിതമാണ് നയിക്കുന്നതെന്ന് നശിച്ചുകൊണ്ട് ഇരിക്കുന്ന എൻ്റെ മകനെ കുറിച്ചാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് മോനിക്ക പറഞ്ഞു. മോനിക്ക, നീ ഒന്ന് തിരിഞ്ഞു നോക്ക്, ആ മകൻ നിന്റെ അടുത്ത് തന്നെയുണ്ട്. മോനിക്ക തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ മകൻ എൻ്റെ അടുക്കൽ നിൽക്കുന്നത് കണ്ടു എന്ന്. അങ്ങനെ ദൈവം എൻ്റെ മകനെ ആ സ്വപ്നത്തിലൂടെ ദൈവം എൻ്റെ മകനെ ഞാൻ സങ്കല്പിക്കുന്ന അവസ്ഥയിലേക്ക് രീതിയിലേക്ക് എൻ്റെ മകൻ തിരിച്ചു വരുമെന്ന് അമ്മ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലെല്ലാം 18 വയസ്സ് മുതൽ ഉള്ള ആ കാലഘട്ടത്തിലെല്ലാം ആസക്തി കൊണ്ട് അഹങ്കാരം കൊണ്ട് അന്ധവിശ്വാസം കൊണ്ട് അമിതമായ ആകുലത കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ആ 18 വയസ്സ് മുതലുള്ള കാലഘട്ടം എന്നാണ് അഗസ്ത്യൻ സൂചിപ്പിക്കുന്നത്. അഗസ്ത്യന് ആ കാലഘട്ടത്തിൽ ഒരു കാമുക ഉണ്ടായിരുന്നു. 13 വർഷക്കാലം ആ കാമുകിയുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. ലീഗലായിട്ടുള്ള ഒരു വിവാഹം ചെയ്തിരുന്നില്ല. ആ സ്ത്രീയുടെ പേരൊന്നും പിന്നെ ആ
ഏറ്റുപറച്ചിൽ എന്ന പുസ്തകത്തിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ആ ബന്ധത്തില് അഗസ്തീനോസിന് ഒരു കുഞ്ഞ് ജനിച്ചു. ദൈവത്തിന്റെ സമ്മാനം എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ തൻ്റെ വികാരങ്ങളിൽ കൊണ്ട് തൻ്റെ യൗവനം ആ കാലഘട്ടത്തില് കത്തിയമർന്ന ഒരു ജീവിതമായിരുന്നു അഗസ്തീനോസിന്റെ ജീവിതം. അങ്ങനെ ക്രിസ്തുവിനേക്ക് ബുദ്ധിരാസസനായി തീർന്ന അഗസ്ത്യൻ, അങ്ങനെ ചെറുപ്പം മുതലൊക്കെ അതിബുദ്ധിമാനായ അഗസ്ത്യൻ ബൈബിളും ഈ ലളിതമായ ഭാഷ ഇഷ്ടപ്പെട്ടില്ല. ഹെർനബിയൂസ് എന്ന പുസ്തകത്തോട് തുലനം ചെയ്യുമ്പോൾ ബൈബിളിന്റെ യോഗ്യത വളരെ ഇല്ലെന്നാണ്. ബൈബിളിന് അതിൻ്റെതായ പുസ്തകത്തിന്റെ യോഗ്യത ഇല്ലെന്ന് പറഞ്ഞ ബൈബിൾ അങ്ങനെ അഗസ്ത്യൻ മാറ്റിവെച്ചു. അരിസ്റ്റോസിന്റെയും പത്ത് വാല്യങ്ങളും ഉള്ള ആ പുസ്തകം ആരുടെയും സഹായം കൂടാതെ തന്നെ അഗസ്ത്യൻ ഒറ്റയ്ക്കിരുന്ന് വായിച്ചു തീർത്തു. ബുദ്ധിരാസസനായിരുന്ന മാത്രമല്ല, പ്രസംഗകലയിൽ, തർക്കശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ചരിത്രശാസ്ത്രത്തിലും ഇങ്ങനെ ഉള്ള നിരവധി ശാസ്ത്രങ്ങളിലെല്ലാം ഏറ്റവും അറിവ്, ഏറ്റവും ബുദ്ധിശാലിയായ ബുദ്ധിരാസസനായിരുന്നു. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് രാജപദവിയിലുള്ള പല വ്യക്തികളിൽ നിന്നും അങ്ങനെ അഗസ്ത്യന് അംഗീകാരങ്ങളൊക്കെ കിട്ടി. വൃദ്ധനായ രാജാവിന്റെ പ്രതിനിധിയിൽ നിന്ന് തലയിൽ ഒരു കിരീടം ചാർത്തി കൊടുത്തുകൊണ്ട് ഈ ബോധിസ്ഥിതികൾ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഒത്തിരി അംഗീകാരങ്ങൾ അഗസ്ത്യനെ തേടിയെത്തി. ലോകത്തിലെ സമസ്ത വസ്തുക്കളിലുള്ള സൗന്ദര്യത്തെക്കുറിച്ച് എഴുതിയ അതിലൊന്നും ദൈവത്തിന്റെ ഏറ്റവും നല്ല സൗന്ദര്യമായ ദൈവത്തെ കുറിച്ചൊന്നും അന്ന് ആ ഒറ്റ പുസ്തകത്തിലും എഴുതിയിട്ടില്ലായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തില് അഗസ്ത്യന് ഒരു തീരാദുഃഖം, ഒരു കൂട്ടുകാരനെ അഗസ്ത്യൻ നഷ്ടപ്പെട്ടു. തൻ്റെ ആത്മാവിന്റെ പകുതി എന്നാണ് അഗസ്ത്യൻ ആ കൂട്ടുകാരനെ കുറിച്ച് പറയുന്നത്. കൂട്ടുകാരൻ ആ മരണക്കിടക്കയിലായിരുന്നപ്പോൾ അദ്ദേഹം മാംസം സ്വീകരിച്ചു. അഗസ്ത്യൻ കൂട്ടുകാരനെ നോക്കി കളിയാക്കി ചിരിച്ചു. മരിക്കുമെന്ന് കരുതിയിട്ടാണ് അവൻ മാംസം സ്വീകരിച്ചത് എന്ന് പറഞ്ഞ് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ മാംസം സ്വീകരിച്ചതിനെ പറ്റി അഗസ്ത്യൻ കളിയാക്കിക്കൊണ്ട് സംസാരിച്ചു. ആ കൂട്ടുകാരൻ അഗസ്ത്യൻ്റെ അടുത്ത് തട്ടി കയറിക്കൊണ്ട് പറഞ്ഞു, ഇനി ഒരു വാക്ക് പോലും ഈ കുദാശിക്കെതിരെ സംസാരിക്കരുത്. അധികം താമസിയാതെ ആ കൂട്ടുകാരൻ മരിക്കുകയും ചെയ്തു. വർഷങ്ങളോളം ഈ കൂട്ടുകാരനെ നഷ്ടപ്പെട്ട സ്നേഹത്തെ പ്രതി ഒത്തിരി നിരാശനായിട്ട് അഗസ്ത്യൻ കഴിഞ്ഞു എന്നാണ് കൺഫെഷൻ എന്ന ഗ്രന്ഥത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്.
ഭൂമിയിലെ ഒരു വ്യക്തിയുടെ സ്നേഹം നഷ്ടപ്പെട്ടപ്പോൾ ഇത്ര ദുഃഖിച്ചായി ഞാൻ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ കുറിച്ച് ഒരു തരി പോലും ചിന്തിച്ചില്ലെന്ന് അഗസ്ത്യൻ അവിടെ വിഷമിക്കുന്നു. അന്ധവിശ്വാസത്തിൻ്റെ ഒരു കാലമായിരുന്നു മാനിക്കേയിസം എന്ന ആ ഒരു പേരിലുള്ള ഒരു മതം. മാനി എന്ന ഒരാളാണ് സ്ഥാപിച്ചത്. പേർഷ്യൻ രാജ്യത്തെ ഒരു മാനി എന്നൊരു വ്യക്തിയാണ് അത് സ്ഥാപിച്ചത്. അതാണ് മാനിക്കേയ മതം. എല്ലാ മതങ്ങളുടെയും കുറച്ച് ഭാഗങ്ങളൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് ഉള്ള രൂപം കൊടുത്ത ഒരു മതമായിരുന്നു മാനിക്കേയൻസ് എന്നത്. 9 വർഷക്കാലം അഗസ്ത്യൻ ആ ഒരു മതത്തെയാണ് ആശ്രയിച്ച് ജീവിച്ചത്. അങ്ങനെ യൗവന കാലഘട്ടം അഗസ്ത്യൻ്റെ അഹങ്കാരത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളെയും കൊണ്ട് ഉള്ളൊരു വടിവിറ്റ ഒരു ജീവിതമാണ് അഗസ്ത്യൻ നയിച്ചത്. അങ്ങനെ കാർത്തേജിലുള്ള അഗസ്ത്യൻ അങ്ങനെ റോമിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നതിന് ചെറിയ രീതിയിലുള്ള സംഭവങ്ങളെല്ലാം കാർത്തേജിൽ പ്രസംഗകല അധ്യാപകനായി ചേർന്നിരുന്ന തുടങ്ങിയപ്പോൾ കാർത്തേജിൽ ഒരു മടുപ്പ് അനുഭവപ്പെടാനായി തുടങ്ങി. മനിക്കേയിസം എന്ന മതത്തിൽ വിശ്വസിച്ചിരുന്ന അഗസ്ത്യൻ ഒത്തിരി ആ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം കൊണ്ട് കിട്ടാനായിട്ട് മനിക്കേയൻ മതത്തിലെ ആർക്കും തന്നെ തീർപ്പാക്കി കൊടുക്കാനായി സാധിച്ചില്ല. ഞങ്ങൾ ഏറ്റവും നിലയിലുള്ള ഒരു ബിഷപ്പുണ്ട്. ആൾക്ക് മാത്രമേ നിങ്ങളുടെ ഉത്തരങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്ക് മനിക്കേയൻ ബിഷപ്പിനെ നോക്കിയും അഗസ്ത്യൻ കാത്തിരുന്നു. അഗസ്ത്യൻ്റെ ആ കട്ടിയേറിയ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനായിട്ട് ആ ബിഷപ്പിന് പോലും സാധിച്ചില്ല. മനിക്കേയസിലെ ആകാശമണ്ഡലങ്ങളെക്കുറിച്ചും പിന്നെ നക്ഷത്രങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും എല്ലാമാണെന്ന് മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ. എന്നാൽ ആ പ്രപഞ്ചത്തെയൊക്കെ നിയന്ത്രിക്കുന്ന ആ ഒരു ശക്തനായ ആ ദൈവത്തെക്കുറിച്ച് ഒന്നും ആ മതത്തിൽ ഉണ്ടായിരുന്നില്ല. അഗസ്ത്യൻ്റെ ചോദ്യം മുഴുവനും ചോദ്യങ്ങൾ ഉത്തരം ആ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള ആ ചോദ്യങ്ങൾ ഉത്തരമൊന്നും ആ മനിക്കേയസം എന്ന ആ മതത്തിൻ്റെ പുസ്തകങ്ങളിലൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ മെല്ലെ ആ മതത്തിനോട് അങ്ങനെ അഗസ്ത്യനെ മരവിപ്പ് അനുഭവപ്പെട്ടു. അങ്ങനെ പ്രസംഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റുഡൻസിനെ കുറിച്ചൊക്കെ അഗസ്ത്യനും പറയുന്നത് ആഭാസകാരന്മാരായ വഷളന്മാരായ കുട്ടികളായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. തോന്നുന്ന സമയത്ത് ക്ലാസ്സിൽ കയറി വരികയും തോന്നുമ്പോൾ ഇറങ്ങി പോവുകയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു. അങ്ങനെ മറ്റുള്ളവരുടെ ക്ലാസ്സിലേക്കെല്ലാം കിടന്നു കയറുകയും കൂക്ക് വിളിക്കുകയും ആക്രമണം നടത്തുകയും ഇവരെ പഠിപ്പിക്കുന്നത് അഗസ്ത്യനെ പതിയെ ഒരു മടുപ്പ് തോന്നി തുടങ്ങി. അങ്ങനെ കാർത്തേജിൽ നിന്ന് റോമിലേക്ക് ചേക്കാറാനായിട്ടുള്ള താല്പര്യം. അങ്ങനെ റോമിലെ സ്റ്റുഡൻസ് എല്ലാം വളരെ ഡിസിപ്ലിനുള്ള സ്റ്റുഡൻസ് എന്നാണ് അഗസ്ത്യൻ കേട്ടിരുന്നത്. എന്നാൽ റോമിലേക്ക് അഗസ്ത്യനെ പറഞ്ഞു വിടാനായിട്ട് മോനിക്കയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. കപ്പലിൽ ഒരു ഫ്രണ്ട് പോകുന്നുണ്ട്. ആ ഫ്രണ്ടിൻ്റെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ച് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അമ്മയെ കബളിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചു.
അങ്ങനെ അമ്മ അതിനെ വഴങ്ങാത്ത കാരണം കൊണ്ട് അമ്മയെ വിശുദ്ധ സുപ്രിയാന്റെ കബറിടങ്ങളിൽ കൊണ്ടു ചെന്നിരുത്തിയിട്ട് അമ്മ മയങ്ങിപ്പോയി. ആ സമയം കൊണ്ട് രാത്രി ഒളിച്ച് അങ്ങനെ റൂമിലേക്ക് കപ്പൽ കയറി. ഉറക്കം വീണെന്ന് മോനിക്ക നോക്കിയപ്പോൾ സ്വന്തം മകനെ കാണാതെ ആ അമ്മ ആ തുറമുഖത്തുമെല്ലാം ഒത്തിരി പ്രയാസപ്പെട്ട് ഓടി നടന്നു. അങ്ങനെ മകനെ കണ്ടെത്താണ്ടായപ്പോൾ മകൻ റൂമിലേക്ക് കപ്പൽ കയറിയെന്ന് അമ്മയ്ക്കും മനസ്സിലായി. എന്നാൽ ആ റൂമിൽ ചെന്ന് അധികം താമസിക്കാതെ പെട്ടെന്ന് രോഗബാധിതനായി തീരുകയും കിടപ്പായി തീരുകയും മരണത്തോടുപോലെ അടുക്കുകയും ചെയ്തു എന്നാണ് അഗസ്റ്റിൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ പതിയെ പതിയെ സുഖപ്പെടുത്തി തുടങ്ങി. കാരണം അമ്മ അകലെയുള്ള അമ്മ ആ തീരത്തിരുന്നു കൊണ്ട് ആ വീട്ടിലെല്ലാം ഇരുന്ന് ആ തുറമുഖത്ത് എല്ലാ സ്ഥലത്തും ഇരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നെ ലോകത്തേക്ക് കൊണ്ടുവരാനായിട്ട് അമ്മ ഒരു പ്രാവശ്യം മാത്രമേ അനുഭവിച്ചുള്ളൂ. എന്നാൽ നിത്യജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുവരാനായിട്ട് എൻ്റെ അമ്മ മോനിക്ക കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഹോമിലെ സ്റ്റുഡൻസ് പ്രത്യേക സ്വഭാവമുള്ള വ്യക്തികളായിരുന്നു. കുറേ കാലം പഠിക്കാൻ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ ട്യൂഷന് വരുന്ന പോലെ അവർ ഫീസ് കൊടുക്കേണ്ട സമയമാകുമ്പോൾ അവർ കബളിപ്പിച്ച് അവരെല്ലാവരും കൂടി ഗൂഢാലോചന നടത്തി വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ റൂമിലെ ആ ഒരു പഠനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് റോമിലെ പഠനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങനെ ആ പ്രസംഗത്തിൽ മത്സരിച്ച വ്യക്തിക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടുകയുള്ളൂ. അങ്ങനെ ആ പ്രസംഗ മത്സരത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനം കിട്ടി അഗസ്റ്റിന്. അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ മിലാനിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അങ്ങനെ മിലാനിലെത്തിയപ്പോഴാണ് മിലാനിലെ ആ ഒരു ബിഷപ്പായിരുന്ന ആ ഒരു അംബ്രോസ് എന്ന ബിഷപ്പ് മിലാനിലെ എന്ന സ്ഥലത്തെ ബിഷപ്പായിരുന്നു. അങ്ങനെ ആ ബിഷപ്പിന്റെ പ്രസംഗം കേൾക്കാനായിട്ട് പതിയെ പതിയെ പോകാനായിട്ട് അംബ്രോസിനെ കുറിച്ച് വിശുദ്ധ അഗസ്ത്യൻ പറയുന്നത് അദ്ദേഹം ഒരു ഗുരുവിനേക്കാൾ ഉപരിയും ഒരു അപ്പനെ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസംഗം കേൾക്കാനായിട്ട് പതിയെ പോയത്. എന്നാൽ കർത്താവിനെ പ്രസംഗിക്കുന്ന കാര്യത്തിൽ അതിലേക്ക് എത്തിക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിച്ചു. ദൈവത്തിൻ്റെ സ്നേഹവും അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും കണ്ണുകളിലുമെല്ലാം പ്രതിഫലിച്ചിരുന്നു. എത്ര സമയം എന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ചെലവഴിക്കാനായിട്ട് സമയം പോകുന്നത് അറിയുമായിരുന്നില്ല. എന്നാലും ആ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് വിശുദ്ധ അഗസ്റ്റിന് സാധിച്ചില്ല. എന്നാൽ ഇരയെ വിട്ടുകളയാതെ വേട്ട പട്ടിയെ പോലെ ഓടുന്ന ഒരു വ്യക്തിയെ പോലെ എൻ്റെ അമ്മ വിശുദ്ധ അഗസ്റ്റിൻ്റെ മകന് വേണ്ടി അങ്ങനെ റോമിലേക്ക് കപ്പൽ കയറി. കടൽക്ഷോഭത്തിൽപ്പെട്ട് കപ്പൽ നശിക്കുമ്പോൾ ആ നാവികരെ
വേദനിക്കുന്ന ആ സമയത്ത് പോലും മോനിക്കയാണ് നാവികർക്ക് ധൈര്യം പകർന്നു കൊടുത്തത്. ആ കപ്പൽ തുറമുഖത്ത് അടുക്കുമെന്നും താൻ റോമിൽ എത്തുമെന്നും സ്വപ്നത്തില് തനിക്ക് ദൈവത്തിന്റെ അറിയിപ്പ് ലഭിച്ചുവെന്നും മോനിക്ക പറയുന്നുണ്ട്. റോമിലെത്തിയ വിശുദ്ധ മോനിക്ക എല്ലാം വിശുദ്ധരുടെ കല്ലറകളെല്ലാം മുഴുവൻ സന്ദർശിക്കുകയെന്ന് സന്ദർശനം നടത്തുക നിത്യകാഴ്ചയായി തീർന്നു. ഒരു ദിവസം ആഫ്രിക്കയിലെ പതിവ് പോലെ പള്ളിയിലെ ഒത്തിരി അപ്പവും പഴങ്ങളും കേക്കും കുറച്ച് സാധനങ്ങളുമായിട്ട് വിശുദ്ധന്റെ ആ കല്ലറയ്ക്കിലെത്തി. എന്നാൽ അവിടെ സെക്യൂരിറ്റി ആയിരുന്ന ആള് എത്രയും വേഗം പുറത്തേക്ക് ആട്ടിപ്പായിച്ചു. ആ നാട്ടിലെ മെത്രാനായിരുന്ന വിശുദ്ധ അംബ്രോസ് ഈ പഴയ ദുരാചാരങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുകയും അങ്ങനെ അതിൽ വിട്ട ദുരാചാരങ്ങളെല്ലാം കർക്കശത്തോടുകൂടെ ആ വഴിപാടുകളെല്ലാം കാഴ്ചകളെല്ലാം അതേ നിർത്തലാക്കി. അങ്ങനെ വിശുദ്ധ തിരുതാളുകളുമെല്ലാം ആഘോഷങ്ങളെല്ലാം അദ്ദേഹം അനുഷ്ഠാനങ്ങളെല്ലാം വിലക്കി. ഒത്തിരി പാരമ്പര്യങ്ങൾ വിശ്വസിച്ചിരുന്ന അമ്മ ആ മെത്രാന്റെ ആ ജീവിതത്തിലെ അതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് കരുതിയും അതെല്ലാം വിശ്വസിച്ചു. വിശുദ്ധ അംബ്രോസിനെ കാണാനായിട്ട് അഗസ്റ്റിൻ പല പ്രാവശ്യം നേരിട്ടിട്ട് പലതവണ അപ്പോയിൻമെന്റ് ഒക്കെ എടുത്തെങ്കിലും കാണാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തില്ല. അംബ്രോസിന്റെ ഒരു പ്രത്യേക സവിശേഷതയായിട്ട് കാണുന്നത് എപ്പോഴും തിരക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും എപ്പോഴും ഒഴിവ് സമയം കിട്ടിയാലും പുസ്തകങ്ങളിൽ കൂടെ ഒത്തിരി മണിക്കൂറുകൾ പുസ്തക വായനയിൽ മുഴുകുന്ന ഒരു മെത്രാനായിരുന്നു എന്ന് ആണ് അഗസ്റ്റിനെ കൂടുതൽ ആകർഷിച്ചത്. മോനിക്കയുമായി പരിചയപ്പെട്ട ആ മെത്രാൻ ഒത്തിരി ശ്രദ്ധിക്കുകയും വൈകുന്നേരവും രാവിലെയും ബലിയർപ്പണത്തിലെല്ലാം പങ്കെടുക്കുകയും ദേവാലയ പരിസരത്ത് ചുറ്റിപ്പറ്റി നടക്കുകയും പിന്നെ കാരുണ്യ പ്രവർത്തികളെല്ലാം സഹകരിക്കുകയും ചെയ്യുന്ന നേർച്ചകൾ എല്ലാം ചെയ്യുന്ന വിശുദ്ധ മോനിക്കയെ വിശുദ്ധരുടെ കബറിലൊക്കെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന മോനിക്കയെ വിശുദ്ധ അംബ്രോസ് പരിചയപ്പെടാനിടയായി. അങ്ങനെ മോനിക്കയെ കുറിച്ച് പിന്നീട് അഗസ്റ്റിനെ കണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് നിങ്ങളുടെ അമ്മ ഉള്ളിൻ്റെ ഉള്ളിൽ ആയിരുന്നു നേർച്ചകളും ബലികളും എല്ലാം നടത്തിയിരുന്നത് എന്നാണ്. അതുപോലെ ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയ നിങ്ങൾ ഒത്തിരി സുഹൃതം ചെയ്ത മകനാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. ആ സമയത്ത് അഗസ്റ്റിന് 2 കൂട്ടുകാരെ കൂടിയും ജീവിതത്തിലേക്ക് ലഭിച്ചു. കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തനിക്ക് ചലനങ്ങളെ വചനമില്ലാതെ പറ്റുകയില്ലെന്നുള്ള ഒരു ബോധ്യമായി വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം ചെറിയ രീതിയിൽ വായിക്കാനായിട്ട് തുടങ്ങി. ആ സമയത്ത് മോനിക്ക തൻ്റെ മകന് വേണ്ടിയിട്ട് വിവാഹം കഴിക്കാനായിട്ടുള്ള
ഒരു ഒരു പെണ്ണിനെ അന്വേഷിച്ച് കണ്ടെത്താനായിട്ടുള്ള ശ്രമം നടത്തി. അങ്ങനെ ഒരു കല്യാണം പ്രായമായിട്ടില്ലാത്ത 2 കൊല്ലെങ്കിലും കാത്തിരിക്കേണ്ടതായി വരും. അങ്ങനെ അഗസ്ത്യന് വിവാഹം നിശ്ചയിച്ചു വെച്ചു. പഴയ കാമുകിയെ അവരുടെ സ്വന്തം ദേശത്തേക്ക് മടക്കി അയച്ചു. പക്ഷെ സ്വന്തം അഗസ്ത്യന്റെ മകനെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അദയോദാസ്തസിന് എന്നാണ് ആ മകന്റെ പേര്. പക്ഷെ ആ കാലഘട്ടത്തിൽ പെണ്ണ് കിട്ടാനായിട്ട് 2 കൊല്ലം കാത്തിരിക്കുന്നു എന്നുള്ളത് ഒരു സ്ത്രീകളിലെ ഒരു സമ്പർക്കമില്ലാതെ അഗസ്ത്യന് ആ സമയത്ത് ജീവിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ആസക്തിയാൽ പിടിച്ച് നിർത്താനായിട്ട് പറ്റാത്ത അഗസ്ത്യൻ ആ 2 വർഷങ്ങളിലും വേറൊരു കാമിയെ കണ്ടെത്തി അവളുമായി റിലേഷൻഷിപ്പിൽ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ തെറ്റുകളിൽ നിന്നും കൂടുതൽ തെറ്റുകളിലേക്കാണ് അഗസ്ത്യൻ സഞ്ചരിച്ചത്. പാപമംഗലമായ തന്റെ ജീവിതത്തിലേക്ക് 30-ാം വയസ്സിൽ തിരശ്ശീല വീണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു മടുപ്പ് വരുന്നതായിട്ട് ജീവിതത്തിൽ അനുഭവപ്പെട്ടു. സ്നേഹമാകട്ടെ അഹങ്കാരത്തിനും പണത്തിനും പ്രശസ്തിക്കും എല്ലാം വേണ്ടിയുള്ള ആഗ്രഹങ്ങളെല്ലാം വളരെയധികം കുറഞ്ഞു. അങ്ങനെ മോനിക്കയായ അമ്മ ഒരു കാര്യം മനസ്സിലാക്കി. അഗസ്ത്യൻ മണിക്കേയൻ എന്ന മതത്തിൽ നിന്ന് ഒത്തിരി വിട്ടു മാറി വന്നിരിക്കുന്നു എന്ന് മനസ്സിലായി. എന്നാൽ ക്രൈസ്തവ മതത്തിലുള്ള വഴിയിലേക്ക് എത്തിയിട്ടില്ലെന്നും ബോധ്യമായി. അങ്ങനെ പ്ലേറ്റോയുടെ പുസ്തകങ്ങളെല്ലാം വായിക്കാനായിട്ട് അദ്ദേഹം ആരംഭിച്ചു. അതിലെല്ലാം ദൈവത്തിൻ്റെ അംശങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കോരിട്ടതായിട്ട് അദ്ദേഹം കണ്ടു. ഈ പുസ്തകങ്ങളിലൊന്നും ഒരിടത്തും വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ആ ദൈവത്തെക്കുറിച്ച് അതിൽ പ്രതിപാദിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് വേണ്ടി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന മനുഷ്യന്റെ രൂപത്തിൽ കുരിശിൽ തൂങ്ങി മരിച്ച് നമുക്ക് വേണ്ടി ജീവൻ രക്ഷയും കൈവന്ന ഈശോയെ കണ്ടെത്താനായിട്ട് ആ പുസ്തകത്തിലേക്ക് സാധിച്ചില്ല. പിന്നീട് ഇതിനെക്കുറിച്ച് അഗസ്ത്യൻ പറയുന്നത്, ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ ബൈബിള് വായിക്കുമ്പോഴുള്ള ആ യേശുവിൻ്റെ ആ സ്നേഹത്തിലേക്ക് വായനയിലെ ഭംഗി തനിക്ക് ഒരിക്കലും ലഭിക്കില്ലായിരുന്നു എന്നാണ് അഗസ്ത്യൻ പറയുന്നത്. ക്രിസ്തു എന്ന ആ മനുഷ്യ വ്യക്തിയെ അഗസ്ത്യനെ ഒരിക്കലും അംഗീകരിക്കാനായിട്ട് ഇപ്പോൾ സാധിച്ചില്ല. മനുഷ്യരുടെ ഇടയിലേക്ക് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്ന ഒരു ദൈവപുത്രനായ ഈശോയെ കുറിച്ച്, മനുഷ്യന്റെ രൂപം ധരിച്ച് ദരിദ്രനായി വിനാഥനായി ആയ ഈശോയോടുള്ള ആ ഒരു സ്നേഹം അഗസ്ത്യോസ് തന്റെ ജീവിതത്തിൽ എത്തിച്ചു.
അങ്ങനെ തൻ്റെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ ആ ഒരു ജീവിതത്തിലേക്ക് ദൈവമനുഷ്യനായി കടന്നു വന്നത് ആ ഒരു യേശുവിൻ്റെ വിശ്വാസത്തിലേക്ക് വിശുദ്ധ അഗസ്തീനോസ് കടന്നു വരാനിടയായി. അങ്ങനെ അഗസ്തീൻ തൻ്റെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് പതിയെ പതിയെ കടന്നു വരികയും ആ അമ്മയുടെ കണ്ണീർ കൊടുന്ന പ്രാർത്ഥന കൊണ്ട് മകനെ മാനസാന്തത്തിലേക്ക് നയിക്കാനായിട്ട് കാരണമായി തീർന്നു. 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം ജ്ഞാനസ്ഥാനം സ്വീകരിച്ചു. അങ്ങനെ ശാന്തശീലമായ ആ വാക്കുകളുടെ ഭംഗി പൗലോസിൻ്റെ ആലേഖനങ്ങളിൽ അഗസ്തീൻ കണ്ടെത്തി. ഏറ്റവും കൂടുതൽ അഗസ്തീനെ സ്വാധീനിച്ചത് പൗലോസിൻ്റെ ലേഖനങ്ങളിലായിരുന്നു. ക്രിസ്തുവിനെ ഇത്ര ഭംഗിയായി അവതരിപ്പിച്ച ഒരു വരികൾ അദ്ദേഹം പിന്നീട് വായിച്ചിട്ടില്ല. ഇത്ര നാള് എൻ്റെ അറിവിൽ അഹങ്കരിച്ചിരുന്ന അതുകൊണ്ട് പൗലോസിൻ്റെ ആ ലേഖനം വായിച്ചു കഴിഞ്ഞപ്പോൾ ദാനമായി കിട്ടിയതല്ലാതെ എനിക്ക് ഒന്നുമില്ല അഹങ്കരിക്കാനെന്ന്. അങ്ങനെ പൗലോസിൻ്റെ ആ ലേഖനം വായിച്ചപ്പോൾ ഞാനാകെ ഞെട്ടി വിറച്ചു. ഇതുവരെ ദൈവത്തെ അന്വേഷിച്ചിരുന്ന എന്നെ ക്രിസ്തുവിലേക്ക് ദൈവത്തിൻ്റെ അന്വേഷണത്തിലേക്ക് നിരവധി വചനങ്ങൾ പൗലോസിൻ്റെ ലേഖനത്തിൽ നിന്ന് അദ്ദേഹത്തിന് കൂട്ടിച്ചെയ്ത് കിട്ടി. ക്രിസ്തുവും രക്ഷകനാണെന്നുള്ള ബോധ്യത്തിലേക്ക് വായിക്കാനായിട്ട് അന്വേഷണങ്ങൾ ദൈവവചനത്തിലൂടെ അഗസ്തീന് ജീവിതത്തെ മാറ്റിമറിച്ചു. ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ലോകമോഹങ്ങൾക്കോ പണത്തിനോ അംഗീകാരത്തിന് പ്രശസ്തിക്ക് വേണ്ടി ജീവിതം അവസാനിപ്പിച്ച് യേശുവിലേക്കുള്ള മാനസാന്തരത്തിലേക്ക് നിർണായകമായി തീർന്നു. അങ്ങനെ മിലാനിൽ മെത്രാനായ 2 വ്യക്തികളെ കൂടിയും അതിലേക്ക് കാരണമായി തീർന്ന 2 വ്യക്തികൾ കൂടി ഉണ്ടായിരുന്നു. മിലാനിൽ മെത്രാനായ അംബ്രോസിൻ്റെ ഒരു ആത്മീയ പിതാവ് ഉണ്ടായിരുന്നു, സിംബ്രാനിയൂസ് എന്നാണ് ആ മെത്രാന്റെ പേര്, ആ ഒരു വ്യക്തിയുടെ പേര്. അഗസ്തീനോസിനെ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ലത്തീൻ ഭാഷയിൽ നിന്ന് പുസ്തകങ്ങളെല്ലാം എഴുതിയിട്ടുള്ള ആ ഒരു വ്യക്തിയെ കുറിച്ച് അംബ്രോസ് അഗസ്തീനോസിനത് പറഞ്ഞു. തൻ്റെ ആത്മീയ പിതാവായ ആ വ്യക്തിയുടെ
ഈ ഇത്രയും പ്ലേറ്റോ തുടങ്ങിയ ഒത്തിരി പേര് പുസ്തകങ്ങളെല്ലാം രചിച്ച ആത്മീയ പിതാവ് ക്രിസ്തു വിശ്വാസത്തിലേക്ക് ചേർന്ന് അദ്ദേഹം ഒരു ജ്ഞാനസ്ഥാനം സ്വീകരിച്ച കഥയാണ് അംബ്രോസ് പറഞ്ഞത്. അഗാധ പാണ്ഡിത്യനും റോമിലെ എല്ലാ പ്രശസ്തമായ എല്ലാ വാഗ്മിയും തത്വശാസ്ത്രജ്ഞനും എല്ലാ പുസ്തകങ്ങളും സുഹൃത്തുക്കളും ഒക്കെ എഴുതിയ വിജ്ഞാന അഗാധ പണ്ഡിതനുമായ ആ മനുഷ്യനെ കുറിച്ച് കേട്ടത് അഗസ്റ്റിന്റെ ജീവിതത്തിലെ യേശുവിലേക്ക് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ള വലിയൊരു പ്രചോദനമായി അദ്ദേഹം നിന്നു. അദ്ദേഹം വിഗ്രഹാരാധനയെല്ലാം ഒഴികെയും ഒരു പണ്ഡിതനായി ജീവിച്ചിരുന്ന കാലത്ത് ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് ഇരുന്ന പ്രകൃതിയിലുള്ള വിഗ്രഹങ്ങളെല്ലാം ആരാധിച്ചു കൊണ്ടിരുന്ന ജനങ്ങളെ അതിലേക്ക് നിർബന്ധിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു സിംബയാസ് എന്ന വ്യക്തി. പെട്ടെന്ന് അദ്ദേഹം ക്രിസ്ത്യാനിയായി തീരുന്ന യേശുവിലേക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ദേവാലയത്തിൽ വരുന്നത് ഞാൻ കണ്ണുകൊണ്ട് കാണുകയും അങ്ങനെ പരസ്യമായിട്ട് തന്നെ അദ്ദേഹം ജനങ്ങളെ മുന്നിൽ വെച്ച് അദ്ദേഹം ക്രിസ്തു വിശ്വാസത്തിലേക്കും കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം ഒത്തിരി ജനങ്ങളുടെ ഉള്ളിൽ വെച്ച് അദ്ദേഹം മാമോദീസ സ്വീകരിച്ചു. അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് കടന്നു വന്ന സംഭവം അങ്ങനെ അഗസ്തീനോസിനെ ഒരു ക്രിസ്തുവിന്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വിവരണം കാരണമായി തീർന്നു. പിന്നെ അടുത്ത ഒരു വ്യക്തിയെ സ്വാധീനം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ അന്തോനീസിനെ കുറിച്ചാണ് പിന്നെ കേട്ടിട്ടുള്ള കഥ. ഒത്തിരി സ്വത്തും ഉടമയൊക്കെ ആയിരുന്ന അദ്ദേഹം സ്വത്തെല്ലാം പാവപ്പെട്ടവർക്ക് മാതാപിതാക്കളെ മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വത്തെല്ലാം മുഴുവനും പാവപ്പെട്ടവർക്കും അയൽക്കാർക്ക് ദാനം ചെയ്ത് സഹോദരിയെ ഒരു ആശ്രമത്തിൽ കൊണ്ടുവന്നാക്കി. പിന്നെ അദ്ദേഹം മരുഭൂമിയിൽ പോയിട്ട് അപ്പവും കുറച്ച് വെള്ളവും മാത്രം കഴിച്ച് 20 വർഷക്കാലം ജീവിച്ചു വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം 40 വർഷം കൂടി ആ മരുഭൂമിയിൽ അങ്ങനെ ഏകാന്തതയിലെ പ്രാർത്ഥനയിലെ ഉപവാസത്തിലെ അപ്പവും വെള്ളവും മാത്രം കഴിച്ച് അദ്ദേഹം ജീവിച്ചു എന്നുള്ള ആ അന്തോനീസിന്റെ കഥ കൂടി കേട്ടതോടുകൂടി അന്തോനീസിനെയും നമ്മുടെ അഗസ്ത്യനെയും വിശുദ്ധ അഗസ്ത്യൻ അങ്ങനെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് അനയിക്കാനായിട്ട് 2 വ്യക്തികൾ അങ്ങനെ കാരണമായിത്തീർന്നു. അങ്ങനെ ലേഖനം 13-ാം അധ്യായം 13 വരെയുള്ള വാക്യങ്ങളിൽ ഉദ്യാനത്തില് അങ്ങനെ കടന്നു കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്വരം കേൾക്കുകയും സുഖലോലുപതയിലും വിഷയാസക്തിയിലും മദ്യലഹരിയിലും വ്യാപാരങ്ങളിലും കർത്താവായ നിന്നെല്ലാം അകന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. അഗസ്ത്യന്റെ മാനസാന്തരപ്പെടുത്തിയ ഒരു വചനമാണ് ആ വചനം. അങ്ങനെ തൻ്റെ അമ്മയായ മോനിക്കയുടെ പ്രാർത്ഥനയും അമ്മയെ കണ്ട് മകൻ മാമോദീസയ്ക്ക്
മാമീസം പൊങ്ങിയും ഒരു വിവാഹം കഴിച്ച് ജീവിക്കണമെന്നാണ് അമ്മ ആഗ്രഹിച്ചത്. എന്നാൽ ലൗകികമായ ആ ഒരു സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആത്മീയമായ ജീവിതത്തിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ആ ഒരു സന്തോഷത്തിന് ഇരട്ടിയായി തീർന്നു. അങ്ങനെ അദ്ദേഹം കൊല്ലങ്ങളായിട്ട് അഭ്യസിച്ചിരുന്ന പ്രസംഗകല എന്ന ഒരു അധ്യാപന ജോലിയും അങ്ങനെ ദൈവത്തിന് വേണ്ടിയും അദ്ദേഹം അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒത്തിരി പ്രാർത്ഥനയിലും സങ്കീർത്തനങ്ങളൊക്കെ ഇടപെടാതെ ചൊല്ലുന്ന കാര്യത്തിലൊക്കെ അങ്ങനെ മാംദീസയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുങ്ങുകയും അദ്ദേഹം അംബ്രോസിനെ ചോദിച്ചു, മാംദീസയ്ക്ക് വേണ്ടി ഏത് ലേഖനങ്ങളാണെന്നും വായിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള ആ ഒരു കാര്യങ്ങളാണ് വിജാതിയർക്ക് മാംദീസ ലഭിക്കുന്നതിനെ കുറിച്ചും രക്ഷകന്റെ വരവിന് വേണ്ടിയും കാത്തിരിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ് വായിക്കാനാണ് നിർദ്ദേശിച്ചത്. ഉയർപ്പ് തിരുനാൾ ദിവസങ്ങളിലാണ് ആ കാലഘട്ടം മാംദീസ നൽകിയിരുന്നത്. അങ്ങനെ 387 ഉയർപ്പ് തിരുനാൾ ദിവസം അഗസ്ത്യന്റെ മകനായ അദ്രിയോദാസും ഒരു സ്നേഹിതനും അവർ കൂടെ അന്ന് ദിവസം മാമോദീസ സ്വീകരിച്ചു. മകനെ കുറിച്ച് അഗസ്തീനോസ് പറയുന്നത്, അവൻ 18 വയസ്സിൽ തന്നെ അഗസ്തീനോസിനേക്കാളും കൂടുതൽ ഒത്തിരി അറിവുള്ള വ്യക്തിയും അഗാധ പണ്ഡിതനും അദ്ദേഹം ഒത്തിരി അറിവുള്ള ഒരു ബുദ്ധിമാനായ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ അഗസ്തീനോസിന്റെ പുത്രൻ. അങ്ങനെ അവിടെ 6 മാസം ചെലവഴിക്കുകയും അങ്ങനെ അവര് ആഫ്രിക്കയിലേക്ക് തിരിച്ച് വരികയുമാണ് ചെയ്തത്. ആഫ്രിക്കയിൽ വെച്ച് മോനിക്കയ്ക്ക് അസുഖം ബാധിക്കുകയും അങ്ങനെ മോനിക്ക തൻ്റെ അവസാന ആഗ്രഹമായ എൻ്റെ സംസ്കാരം എവിടെ വേണമെങ്കിലും തൻ്റെ ജഡം കുഴിച്ചിട്ടാലും കുഴപ്പമില്ല, പക്ഷേ എന്നെ എപ്പോഴും ബലിപീഠത്തിൽ എപ്പോഴും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നാണ് അമ്മയുടെ അവസാനത്തെ ആഗ്രഹം. എന്നെ എവിടെ അടക്കിയാലും എൻ്റെ ദൈവം എന്നെ അന്വേഷിച്ച് തക്ക സമയത്ത് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് അമ്മയ്ക്ക് എപ്പോഴും ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിലെ എപ്പോഴും നിത്യതയിലേക്ക് എന്നെ എത്തിച്ച എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ യാത്രയിലെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അമ്മ 387 വിശുദ്ധ മോനിക്ക മരിക്കുന്നത്. 388 സ്വന്തം അഗസ്തീനോസിന്റെ മകൻ മരിക്കുകയും പിന്നെ ആ സ്നേഹിതനായ വ്യക്തിയും അങ്ങനെ മരിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ സ്വത്തെല്ലാം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തതിന് ശേഷം 1391 ക്രിസ്തീയ പുരോഹിതനായി തീർന്നു. 395 ഹിപ്പോയിലെ സഹായമെത്രാനായി തീരുകയും 396 ഹിപ്പോ രൂപതയിലെ മെത്രാനായിട്ട് ചാർജ് എടുക്കുകയും ചെയ്തു.
വളരെ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നീണ്ട മണിക്കൂറുകളും പ്രാർത്ഥനയിൽ ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹം സത്യസന്ധമായ സഭയെ നയിച്ചുകൊണ്ട് ഹിപ്പോ പട്ടണം അക്രമികൾ വളഞ്ഞപ്പോൾ അഗസ്റ്റിൻ രോഗബാധിതനായിട്ട് മരിക്കുകയാണ് ചെയ്തത്. തൻ്റെ കൺഫെഷൻ എന്ന ഗ്രന്ഥത്തിൽ അഗസ്റ്റിനൂസ് തൻ്റെ ജീവിതത്തിലും തെറ്റുകളെയും കുറ്റങ്ങളെയും കുറിച്ച് മാത്രമാണ് കാര്യമായിട്ട് എഴുതിയിട്ടുള്ളത്. തൻ്റെ പൗരോഹിത്യത്തെ കുറിച്ചോ തൻ്റെ മെത്രാനായ തൻ്റെ ജീവിതത്തെ കുറിച്ചോ ഒന്നും അവിടെ അതിൽ അധികം പ്രതിപാദിക്കുന്നതായിട്ട് കാണുന്നില്ല. തൻ്റെ നേട്ടങ്ങളിലെ ഒരു വഴി പോലും ആ ഒരു പുസ്തകത്തിലെ കാര്യമായ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടില്ല. യാക്കോബ് 1-ാം അധ്യായം 1:17 ഉത്തമനും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതങ്ങളിൽ നിന്ന് മാറ്റമില്ലാത്ത നീളമായ പ്രകാശങ്ങളുടെ പിതാവിൽ നിന്നാണ് വരുന്നത്. എല്ലാ നന്മയുടെ ഉറവിടവും ദൈവമാണ് എന്ന തിരിച്ചറിവാണ്. കർത്താവ് തന്നല്ലാതെ നമുക്കൊന്നും ഈ ലോകത്തില്ല എന്നുള്ള ഒരു ബോധ്യത്തില് മനുഷ്യന്റെ മഹത്വങ്ങളും മനുഷ്യന്റെ നന്മകളെ ഉപയോഗിക്കാനുള്ള ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതെല്ലാം മറ്റുള്ളവരുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം തന്നത് എന്നാണ് ഇതിൽ നിന്ന് അഗസ്തീനോസ് പറയുന്നത്. അഗസ്തീനോസിന്റെ ജ്ഞാനം അത്ര വലിയ ഒരു ജ്ഞാനമായിരുന്നു. അദ്ദേഹം ഒത്തിരി പുസ്തകങ്ങള് കൺഫെഷൻ ആൻഡ് പിന്നെ സിറ്റി ഓഫ് ജോയ് അങ്ങനെ ഒത്തിരി പുസ്തകങ്ങള് 10ഓളം പുസ്തകങ്ങൾ അദ്ദേഹം സഭയ്ക്ക് സംഭാവന ചെയ്തു. അങ്ങനെ സ്വന്തം മാനസാന്തരം കൊണ്ട് സ്വന്തം ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ച് പാപകരമായ മാർഗങ്ങളെ ഉപേക്ഷിച്ച് തൻ്റെ പ്രാർത്ഥന കൊണ്ട് ഒരു കുടുംബത്തെ മുഴുവൻ മാറ്റിമറിക്കാനായിട്ട് വിശുദ്ധ മോനിക്കയ്ക്ക് സാധിച്ചു. മടുപ്പ് കൂടാതെ ഉള്ള ഒരു പ്രാർത്ഥന ഈ ലോകത്തിലെ സൗന്ദര്യം മൂലം തേടി നടന്നുകൊണ്ടിരുന്ന ഞാൻ ഏറ്റവും വലിയ സൗന്ദര്യമായ ദൈവത്തെ തിരിച്ചറിയുന്നതിന് ദൈവമാണ് എൻ്റെ സൗന്ദര്യമെന്ന് അഗസ്റ്റിൻ തിരിച്ചറിഞ്ഞു. ദൈവത്തിൽ എത്തിച്ചെന്താന്ന്, ദൈവത്തിൽ ആശ്രയിക്കുന്നതാന്ന് ഏറ്റവും വലിയ സൗന്ദര്യമെന്ന്, സൗഭാഗ്യമെന്ന് അഗസ്തീനോസ് നമ്മളത് പറയുന്നു. പാപവഴികൾ ഉപേക്ഷിച്ച് തിന്മയുടെ നിന്ന് നമ്മൾ നന്മയിലേക്ക് കടന്നു വരാനായിട്ട് സ്വന്തം മകനെ മാമോദീസ മുക്കി ദൈവികമായ പ്രവൃത്തികൾ ഈ ലോകത്തിലെ എന്തെല്ലാം നേടിയാലും ആഗ്രഹിച്ചാലും നമ്മുടെ ഹൃദയം അസ്വസ്ഥമാണെങ്കിൽ ദൈവത്തെ പ്രാപിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹൃദയത്തിൽ സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ, സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് വിശുദ്ധ അഗസ്തീനോസ് നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ പാപപരമായ ജീവിതം ഉപേക്ഷിച്ച് പുണ്യ ജീവിതത്തിലേക്കും വ്യാപരിക്കാനായിട്ട് നമ്മെ ഓരോരുത്തരെയും വിശുദ്ധ അഗസ്തീനോസ് ക്ഷണിക്കുന്നു. അങ്ങനെ ഏത് പാപിക്കും വിശുദ്ധനായി തീരാൻ സാധിക്കുമെന്ന് മാനസാന്തരപ്പെട്ട് തെറ്റായ കാര്യങ്ങളെല്ലാം ബോധ്യമായി കഴിഞ്ഞ് പാപസാധനങ്ങളെല്ലാം ഉപേക്ഷിച്ച് പ്രലോഭനങ്ങളിൽ നിന്നെല്ലാം അതിജീവിച്ച് വിശുദ്ധരായി തീരാൻ സാധിക്കുമെന്ന് നമ്മെ
ഓർമ്മിപ്പിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ അഗസ്തീൻ. ദൈവമേ, അങ്ങേ തിരിച്ചറിഞ്ഞപ്പോൾ ഒരിക്കലും അങ്ങ് തിരിച്ചറിയാതെ നമ്മുടെ ജീവിതത്തിലെ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ നമ്മുടെ ഒറ്റ ഹൃദയങ്ങളിൽ കണ്ടുമുട്ടി നമ്മുടെ ജീവിതം ഭൗതികതയ്ക്കും സ്ഥാനമാനങ്ങൾക്കും ആർഭാടങ്ങൾക്കും പിന്നെ തിന്മ കൂട്ടുകെട്ടുകൾക്കൊക്കെ നമ്മുടെ ജീവിതം എത്ര വില നമ്മുടെ ജീവിതം അതിലേക്കെല്ലാം വലിച്ചടിക്കപ്പെട്ടപ്പോൾ എത്ര അധികം അത് എത്ര പാപിയായ വ്യക്തിയെയും യേശുവിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ദൈവത്തിന്റെ ആ സ്നേഹത്തിലേക്ക് അരുണയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് ആ പാപങ്ങളെല്ലാം മാനസാന്തരപ്പെട്ട് അതെല്ലാം തെറ്റുകളെല്ലാം തിരുത്തിയും ദൈവത്തെ മുന്നിലേറ്റ് പറഞ്ഞ് നമുക്കും ഓരോരുത്തർക്കും ദൈവത്തിന്റെ വഴിയിലേക്ക് വിശുദ്ധിയിലേക്ക് കടന്നു വരാനായിട്ട് ഏത് പാപിക്കും സാധിക്കുമെന്നും വിശ്വാസ നമ്മെ ഇതിലൂടെ പഠിപ്പിക്കുന്നു. അങ്ങനെ നമുക്കും വിശ്വാസത്തിന്റെ മാതൃക പിന്തുടരുന്നുകൊണ്ട് പാപത്തിന്റെ സുഖങ്ങളെയും എല്ലാം ഉപേക്ഷിക്കാനായിട്ട് ദൈവത്തെ നേടാനായിട്ട് ദൈവം നമ്മ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ